പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ സർവേശ്വരന് സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥിതനാം നാഥാ, നിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. എന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾ തിന്നരുളിക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സകലതിനെയും നാഥാനേക്കും. എന്റെ ആത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതം. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവൻ, ആത്മാക്കളെ രക്ഷിക്കുന്നവൻ, ജീവനെ അനുദിനം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലതിനെയും നാഥാനേക്കും. സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. ശിവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥാനേക്കും. ഭരണകർത്താക്കൾക്കും മറ്റധികാരികൾക്കും ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദകൾ പ്രകടിപ്പിക്കാനും നീ അവരെ ഉദ്ബോധിപ്പിക്കുക. എന്നാൽ നാം തന്നെ ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹവും നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി. അത് നമ്മുടെ നീതിയുടെ പ്രവർത്തികൾ കൊണ്ടല്ല, പിന്നെയോ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ്.
14 മുതലുള്ള തിരുവചനങ്ങൾ. എല്ലാം നല്ലതാണ്, ഹൃദയം നന്മ നിറഞ്ഞതായി കാത്തു സൂക്ഷിക്കുക. ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് യേശു പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എന്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുകയും പുറമേ ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കുവാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ ജനങ്ങൾ വിട്ട് ഭവനത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ ഉപമയെ കുറിച്ച് ശിഷ്യന്മാർ വിവേചന ശക്തിയില്ലാത്തവരാണ്. പുറമേ നിന്ന് മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കുവാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കാരണം അവ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും ശുദ്ധമാണ് എന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു. അവൻ തുടർന്നു, ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്നാൽ അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു.
കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. കർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പൂ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, അങ്ങയുടെ മഹത്വമേറിയ മനോഹരമായ പ്രവീൺമാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ വിധാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കു വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാൻ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾ ഓരോരുത്തർക്കു വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ.
നിത്യവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങേ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. സ്തുതിയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ശിവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അവരുടെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മാനസത്തിൻ
മരണം മൂലം മരണത്തെ വിശേഷവൻ